ട്രംപ് ചുമതലയേറ്റ് 1 വർഷമാകാറാവുമ്പോഴേക്കും ഏതാണ്ട് 5 തവണയാണ് നെതന്യാഹുവും ട്രംപും നേരിട്ട് കണ്ടുമുട്ടി ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിൽ നിർണായകമായ തീരുമാനമെടുത്തെന്നും ഇസ്രായേൽ ഏറെ വൈകാതെ ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്നും ആവശ്യമെങ്കിൽ അമേരിക്ക കൂടി സഹായിക്കുമെന്നുമുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ പുതുവർഷത്തിൽ തന്നെ അത് സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ട്രംപിന്റെ കാലയളവിൽ തന്നെ ഇറാനെ നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇന്നലെ ട്രംപും നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഇറാനെ ആക്രമിക്കുക എന്ന പദ്ധതി തന്നെയാണ്. അതേസമയം ട്രംപിന്റെ നേതൃത്വത്തിൽ 20 പദ്ധതി പ്രഖ്യാപിച്ച് ഐക്യരാഷ്ട്രസഭയെ കൊണ്ട് അനുമതി നേടി അറബ് രാജ്യങ്ങൾ പോലും പിന്തുണച്ച സമാധാന കരാർ ഒരിടത്തും എത്തുന്നില്ല എന്ന ആശങ്ക ഇന്നലെ വൈറ്റ് ഹൗസ് പങ്കുവച്ചു. ആ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 255 തടവുകാരെയും മൃതദേഹം ഉൾപ്പെടെ 255 തടവുകാരെയും മോചിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഇനി ഒരു തടവുകാരന്റെ മൃതദേഹം മാത്രമാണ് ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത്. റാൻഗിൽ എന്ന ജൂതന്റെ മൃതദേഹം കണ്ടെത്താൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ അത് തങ്ങൾ കണ്ടെത്തി വീണ്ടെടുക്കും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബാക്കി എല്ലാ തടവുകാരെയും മോചിപ്പിച്ചതിന് ശേഷവും ഇസ്രായേൽ ആക്രമണവുമായി മുമ്പോട്ട് പോവാത്തത് ഇവർ തമ്മിൽ പറഞ്ഞിരിക്കുന്ന കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയാത്തത് കൊണ്ടാണ്.